ഹെബ്രു ന്യൂസ് ചാനൽ നടത്തിയിട്ടുള്ള ഒരു സർവേയിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് നെതന്യാഹുവിന് ലഭിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, നെതന്യാഹുവിനെതിരായി വൻതോതിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വീഡിയോ ഫൂട്ടേജ് ഒക്കെ പുറത്തു വരുന്നുണ്ട്, നമുക്കത് കാണാം. അതുപോലെ ഇസ്രായേൽ ലബനനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ലബനൻ തിരിച്ച് ഇസ്രായേലിനെയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഒരുപാട് ഇസ്രായേലി സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നമുക്ക് അതും കൂടി പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്കറിയാം, ഇറാനും യുഎസും തമ്മിൽ ഒരു ഡീൽ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെ എതിർത്തിട്ടുള്ളത് ഇസ്രായേലാണ്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, ഇറാൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിട്ടുള്ളത്, ഇറാൻ ഡിക്ലെയർ ദാറ്റ് എ കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ഓഫ് the strategic Strait of Hormuz is only an initial response to US and Israel എന്നാണ് പറഞ്ഞത്. അതായത് ഇസ്രായേലിനും യുഎസിനും ഉള്ള ഒരു ഇനീഷ്യൽ റെസ്പോണ്ട് മാത്രമാണ് ഈ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്നത്. ഇതിനുള്ള കാരണം പറഞ്ഞത്, ഈ നെഗോസിയേഷനിലുള്ള ആ പോയിന്റ്സിലൊന്നും ഇവരെന്ത് ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ല. അതായത് യുഎസ് ആവട്ടെ അല്ലെങ്കിൽ ഇസ്രായേൽ ആവട്ടെ, അത് ഫോളോ ചെയ്തിട്ടില്ല. അത് കാരണമായിട്ടാണ് ഈ ഇനീഷ്യൽ റെസ്പോണ്ട് കൊടുത്തിട്ടുള്ളത്, ഇനീഷ്യൽ സ്റ്റെപ്പ് എടുത്തിട്ടുള്ളത്. അതുപോലെ വാൺ ചെയ്തിട്ടുണ്ട്, ദ വാർണിംഗ് ദാറ്റ് അഡീഷണൽ ടാക്ടിക്കൽ സ്റ്റെപ്സ് will be taken if the regional aggressions does not cease. അതായത് നമുക്കറിയാം, ഇസ്രായേലും ലബനനും തമ്മിൽ ഒരു സീസ് ഫയർ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അഗ്രഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എന്ത് ചെയ്യുന്നുണ്ട്, ലബനനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇനിയും കൂടുതലായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ടാക്ടിക്കൽ സ്റ്റെപ്സ്, കൂടുതൽ സ്റ്റെപ്സ് എന്ത് ചെയ്യും, ഇറാൻ എടുക്കുമെന്നാണ് ഇറാൻ വാൺ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇസ്രായേലും ലബനനും തമ്മിൽ ഒരു സീസ് ഫയർ നിലനിൽക്കുന്നുണ്ട്. അതായത് ഹെബ്രു മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ, അതുപോലെ ഡിഫൻസ് മിനിസ്റ്റർ, അതുപോലെ മിലിറ്ററി ചീഫ് എന്ത് ചെയ്തിട്ടുണ്ട്, ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ്, ഇവരൊക്കെ കളക്റ്റീവ്ലി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇസ്രായേലി മിലിറ്ററി സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്രായേൽ എന്ത് ചെയ്യുന്നുണ്ട്, ലബനനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇതിനൊന്നും വലിയൊരു വില കൊടുക്കുന്നില്ല, സീസ് ഫയറിനൊന്നും വില കൊടുക്കാത്ത ഒരു രീതിയിലാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഭാഗമായിട്ട് ബുധനാഴ്ച എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 2 ഇസ്രായേലി സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 12ഓളം പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ തീർന്നിട്ടില്ല. അതായത് ഇത് പറഞ്ഞിട്ടുള്ളത്, ഹെസ്ബുള്ളയുടെ ഒരു അറ്റാക്ക് മൂലം എന്ത് ചെയ്തിട്ടുണ്ട്, 2 സോൾജേഴ്സ് കൊല്ലപ്പെടുകയും അതുപോലെ 12 സോൾജേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ബുധനാഴ്ച സംഭവിച്ചിട്ടുള്ളത്, വ്യാഴാഴ്ച നടന്നിട്ടുള്ളത് 6 സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് ഇസ്രായേലിന്റെ 6 സോൾജേഴ്സ് ഇൻക്ലൂഡിംഗ് സീനിയർ ഓഫീസർ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. 20ഓളം പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇസ്രായേലി പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിൽ പല ഭാഗത്തായിട്ടും പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ദ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ കറന്റ് ഇസ്രായേലി ഗവൺമെന്റ്, ഇപ്പോഴത്തെ കറന്റ് ആയിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള ഇസ്രായേലി ഗവൺമെന്റിനെതിരെയാണ് ഈ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, നെതന്യാഹുവിനെതിരെ. ഇത് പറഞ്ഞിട്ടുള്ളത്, സെവറൽ സ്മോൾ പ്രൊട്ടസ്റ്റ് ടു പ്ലേസ് ഇൻ ഡിഫറെന്റ് ഏരിയാസ് ഇൻ ഇസ്രായേൽ. ഇസ്രായേലിലെ പല ഏരിയാസിലായിട്ടും ചെറിയ തോതിലുള്ള ഒരുപാട് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നെതന്യാഹു ഈസ് കറന്റ്ലി ഫേസിംഗ് ക്രിറ്റിസിസം ഫോർ ഫെയിലിംഗ് ടു ഡെലിവർ ഓൺ ഹിസ് പ്രോമിസസ് റിഗാർഡിംഗ് ദ ഇറാൻ വാർ. അതായത് ഇറാൻ വാറിന്റെ സമയത്ത് ഈ നെതന്യാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഇപ്പോൾ എന്താണ് നിറവേറ്റാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിന് എതിരായിട്ടുള്ള ക്രിറ്റിസിസമാണ് ഇപ്പോൾ നെതന്യാഹു ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വലിയ തരത്തിലുള്ള പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് പല ഏരിയാസിലുമായി. ചെറിയ ചെറിയ പ്രൊട്ടസ്റ്റ് ആണ്, പക്ഷെങ്കിൽ ഒരുപാട് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു വിഷ്വൽ നമുക്ക് കാണാം. ലൂസർ, തോറ്റവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊമന്റ്സ് ആണ് ഈ പ്രൊട്ടസ്റ്റിൽ വന്നിട്ടുള്ളത്. അതായത് ഇറാൻ വാറിൽ നെതന്യാഹു എന്ത് ചെയ്തു, തോറ്റു എന്ന രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെബ്രു ചാനൽ 12. ഇവർ ഈ സർവേ കണ്ടക്ട് ചെയ്യാനുള്ള കാരണം 2026 ഒക്ടോബർ അവസാനമായി ഇസ്രായേലിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സർവേ നടത്തിയിട്ടുള്ളത്. ഈ സർവേയിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് അതിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്, ദ സിഗ്നിഫിക്കന്റ് പബ്ലിക് ഡിസ്കണ്ടന്റ് വിത്ത് പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുസ് കണ്ടിന്യൂഡ് ലീഡർഷിപ്പ്. അതായത് ലീഡർഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരു വലിയ പോർഷനുള്ള പബ്ലിക്കിന് എന്താണ്, ഇതിനോട് താല്പര്യമില്ല. അതായത് ഇനി നെതന്യാഹു എന്ത് ചെയ്യേണ്ട, ലീഡർ ആവണ്ട, അതായത് പ്രൈം മിനിസ്റ്റർ ഒന്നും ആവണ്ട എന്നുള്ള ഒരു റിസൾട്ടാണ് ഈ സർവേയിൽ നിന്നും വന്നിട്ടുള്ളത്. ദ പോൾ ഇൻഡിക്കേറ്റ് ദാറ്റ് 59% റെസ്പോണ്ടൻസും എന്ത് ചെയ്യുന്നു, നെതന്യാഹു എന്ത് ചെയ്യണം, പൊളിറ്റിക്സ് വിട്ട് പോകണമെന്നാണ് 59% ഈ റെസ്പോണ്ടൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഏകദേശം 33% ആളുകൾ മാത്രമാണ് ഈ നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അടുത്ത ഇലക്ഷനിലും ഇയാൾ തന്നെ എന്ത് ചെയ്യണം, കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കണമെന്ന്. ഒരു 8% എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല, അൺഡിസൈഡഡ്, അതായത് ഒരു തീരുമാനം അവർ പറഞ്ഞില്ല. ഓക്കെ, അതായത് ഈ ഒരു മാസം തന്നെ ഇത് 2ാം തവണയാണ് ഇങ്ങനെ ഒരു സർവേ നടത്തുന്നത്. അതും സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് റിസൾട്ട് ആണ് 2ൽ നിന്നും വന്നിട്ടുള്ളത്. അതായത് നെതന്യാഹുവിനെ
ഇസ്രായേലികൾ വെറുത്തു തുടങ്ങി എന്ന അർത്ഥം. അതായത് ഇസ്രായേൽ വേണ്ട. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്കോർ ഗ്രോയിങ് വാട്ടർ ഫാറ്റിഗ്യൂ വിത്ത് നെതന്യാഹു. നെതന്യാഹുവിനെ ആളുകൾക്ക് താല്പര്യമില്ലാതായി. അതായത് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് വലിയ സമയം പ്രൈം മിനിസ്റ്റർ ആയിട്ട് നിന്ന ഒരു ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ് നെതന്യാഹു. അതായത് ഗാസ കോൺഫ്ലിക്ട്, ലെബനൻ, അതുപോലെ ഇറാൻ, ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലീഡർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പോളിംഗിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലീഡിംഗ് ആയിട്ട് ഇവരുടെ പാർട്ടിക്ക് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും പ്രൊജക്ഷൻസ് പറയുന്നത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സെക്യൂർ ആയിട്ടുള്ള സീറ്റ്, അതായത് 61 സീറ്റെങ്കിലും വേണം. അതായത് മെജോറിറ്റി ആക്കണമെങ്കിൽ 61 സീറ്റ് വേണം. പക്ഷെ അതും സ്ട്രഗിൾ ചെയ്യും. അതായത് അത്ര പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഈ ഒരു സർവേയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവരുടെ പാർട്ടി അടുത്ത ഈ വരുന്ന ഇലക്ഷനിൽ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് സംശയത്തിലാണ്. അത് മാത്രമല്ല അവിടുത്തെ മൊത്തത്തിലുള്ള പൊളിറ്റിക്കൽ സിനാരിയോ അടുത്ത ഇലക്ഷൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ എന്തും സംഭവിക്കാം. അതായത് ഇവർക്ക് ഒരു മെജോറിറ്റി കിട്ടുകയും ചെയ്യില്ല, മറ്റേ ഒപ്പോസിഷൻ പാർട്ടിക്കും മെജോറിറ്റി കിട്ടില്ല എന്നൊരു രീതിയിലാണ് സർവേ റിപ്പോർട്ട് വരുന്നത് എന്നാണ് ഈ സർവേ നടത്തിയിട്ടുള്ള ഹെബ്രു ചാനൽ 12 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ മാറ്റി വേറെ ലീഡർഷിപ്പ് ആര് വരണം എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഒന്നും കിട്ടില്ല. അതായത് എക്കണോമിക് മിനിസ്റ്ററിന് കിട്ടിയിട്ടുള്ളത് 18% സപ്പോർട്ടാണ്. അതുപോലെ ജസ്റ്റിസ് മിനിസ്റ്ററിന് കിട്ടിയിട്ടുള്ളത് 9% സപ്പോർട്ടാണ്. അതുപോലെ ഡിഫൻസ് മിനിസ്റ്ററിന് 7%വും സ്പീക്കറിന് കിട്ടിയിട്ടുള്ളത് 6%മാണ്. അതായത് കൃത്യമായിട്ടുള്ള, അതായത് ഒരു സക്സസർ ആരാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ശേഷം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു സർവേയിലെ റിപ്പോർട്ടൊന്നും കൃത്യമായി കിട്ടിയിട്ടില്ല. കാരണം ഇങ്ങനെയാണ് ആളുകളൊക്കെ ഓരോ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഇവിടെ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഇവരുടെ പാർട്ടി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പാർട്ടി ഇവിടെ കൺഫേം ചെയ്തിട്ടുണ്ട് അടുത്ത ഇലക്ഷനിലും എന്ത് ചെയ്യും, നെതന്യാഹു പങ്കെടുക്കും എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല പല പാർട്ടീസും ഇപ്പോൾ എന്താണ് കൃത്യമായിട്ട്, അതായത് ഇതിലെ റിപ്പോർട്ട് പ്രകാരം ഒരു പാർട്ടിക്കും ഇവിടെ മെജോറിറ്റി കിട്ടാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ള കാര്യമാണ് ഈ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല ഇൻഡിപെൻഡന്റ് പോളിംഗ് ബോഡീസ് ആയിട്ടുള്ള, അതായത് ഇസ്രായേലി ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ്, അതായത് സെൻട്രൽ റൈറ്റ് വോട്ടേഴ്സ് ആണ്. ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് ചേഞ്ച് വേണമെന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നെതന്യാഹുവിനെ നമ്മുടെ ട്രംപ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ ഒരു ത്രെട്ട് പോലെയാണ്. അതായത് ട്രംപ് ഹോൾഡ് ദ കാർഡ്സ് ഇൻ നെതന്യാഹുസ് ഷേക്കി റീ ഇലക്ഷൻ ചാൻസ്. അതായത് റീ ഇലക്ഷൻ ചാൻസിൽ, അതായത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നെതന്യാഹുവിന്റെ പൊളിറ്റിക്കൽ കരിയർ ട്രംപിന്റെ ഭാഗത്താണ്, അതിനുള്ള കാർഡ് ഉള്ളത് ട്രംപിന്റെ ഭാഗത്താണ്, ട്രംപിന്റെ കയ്യിലാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റാണ് ഡൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇട്ടിട്ടുള്ളത്. അതായത് ഒരു ഭീഷണിയാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ കേട്ടിട്ടില്ലെങ്കിൽ നിന്റെ പൊളിറ്റിക്കൽ കരിയർ എന്ത് ചെയ്യും, ഞാൻ തകർക്കും, അതിനുള്ള കാർഡ് എന്റെ കയ്യിലുണ്ട് എന്ന രീതിയിൽ. ഓക്കെ, ഇത് പിന്നെ നമ്മൾ ട്രംപ് എണ്ണം പറഞ്ഞതുകൊണ്ട് തന്നെ അത്ര വിശ്വസിക്കാനൊന്നുമില്ല. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടാണ്. കാരണം ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നെതന്യാഹുവും കേൾക്കുന്നില്ല, നെതന്യാഹു പറഞ്ഞത് ട്രംപും കേൾക്കുന്നില്ല. രണ്ടുപേരും ഏതാണ്ട് അടിച്ചു പിരിഞ്ഞ അവസ്ഥയിലാണ്. കാരണം ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിൽ. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ ലെബനനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ഇസ്രായേലിന് ഒരു തരത്തിലും ഈ ഒരു നെഗോസിയേഷൻ, അതായത് ഈ ഒരു ഡീല്, ഇറാനും US തമ്മിലുള്ള ഡീല് സ്വീകാര്യമല്ലായിരുന്നു. അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു നെതന്യാഹു. പക്ഷെ US അത് എടുത്തിട്ടുമില്ല. അപ്പോൾ ഇവർ പരസ്പരം എന്ത് ചെയ്യുന്നത്, ഒരു തീരുമാനത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതിനുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാൻ ഇപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ, ഇനിയും സ്റ്റെപ്സ് എടുക്കുമെന്നാണ് പറഞ്ഞത്. അതായത് ലെബനനെ ഇനിയും അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും ഫർദർ സ്റ്റെപ്സും കൂടി എടുക്കുമെന്ന്. ഫർദർ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഹോർമൂസ് ക്ലോസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും എന്ന് തന്നെ ആയിരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ.